നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് ബ്ലാക്ക് മാജിക്കിൻ്റെ റീഡിംഗ് ആണ്. ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഈ ഒരു റീഡിംഗ് എടുക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക് എനർജി ബാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും ബ്ലാക്ക് മാജിക് ബാധിച്ചിട്ടുണ്ടോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്നിവിടെ അറിയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളോട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊനേറ്റ് ആവാൻ തുടങ്ങുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ഇതിനകത്തുനിന്ന് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ടൊരു ഒരു ക്ലിയർ പിക്ചർ, വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരവും നിങ്ങൾക്ക് ചെയ്ത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം അത് എന്ത് തന്നെ ആവട്ടെ, തേർഡ് പാർട്ടി ചെയ്ത ബ്ലാക്ക് മാജിക്ക്, ഇടയിൽ തേർഡ് പാർട്ടി വന്നിട്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കി, നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്ര സ്നേഹം ലഭിക്കുന്നില്ല, ഇതിനൊക്കെ പരിഹാരമായിട്ട് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നാളും ഉപയോഗിച്ച് തയ്യാറാക്കിയ ബ്രേസ്ലെറ്റ് ആണ് നൽകുന്നത്. ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, കൂടെ ജപിച്ച ഭസ്മവും സിന്ദൂരവും ഒക്കെയാണ് നൽകുന്നത്. ബ്രേസ്ലെറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 6 of Wands, 8 of Swords, 7 of Wands, the Hanged Man, Justice, the Fool card, 9 of Swords, 7 of Wands, 6 of Swords, 5 of Swords, King of Wands, the Tower card. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ യൂണിവേഴ്സ് തരുന്ന ഉത്തരം ബ്ലാക്ക് മാജിക് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. എങ്ങനെയാണ് ബ്ലാക്ക് മാജിക് ബാധിച്ചിട്ടുള്ളത്, ഏത് തരത്തിലാണ് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതിനും ഇവിടെ യൂണിവേഴ്സ് ഉത്തരം നൽകുന്നുണ്ട്. നിങ്ങളെ ആ ഒരു ബ്ലാക്ക് മാജിക് എങ്ങനെ എഫക്റ്റ് ചെയ്തു, സെപ്പറേറ്റ്ലി നിങ്ങളുടെ വ്യക്തിക്ക് ആ ബ്ലാക്ക് മാജിക് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ പിക്ചറും ഇവിടെ യൂണിവേഴ്സ് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഉള്ളൊരു ആ ഒരു റിലേഷൻഷിപ്പ് കല്യാണത്തിൽ എത്താൻ പോയി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വളരെ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരും ഇടയിലില്ലാതെ വളരെ സന്തോഷകരമായിട്ട് ഒരു നല്ല രീതിയിൽ സ്നേഹം പങ്കുവച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ നാളുകൊണ്ടേ ഉള്ളൊരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്കുള്ള സ്വഭാവമാവട്ടെ, നിങ്ങളുടെ വ്യക്തിക്ക് ഇങ്ങോട്ടുള്ള സ്വഭാവമാവട്ടെ, എപ്പോഴും ഒരേ തരത്തിലുള്ള സ്വഭാവമായിരുന്നു. ഒരിക്കലും നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടില്ല, നിങ്ങളും അവോയ്ഡ് ചെയ്തിട്ടില്ല. ആ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആൾക്കാർക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ അസൂയ തോന്നുന്ന തരത്തിലുള്ളൊരു ബോണ്ടിങ് ആയിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു സ്നേഹം ഗ്രാജുവലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ തന്നെയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഒരാൾ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട് ആനന്ദം കണ്ടെത്താൻ തുടങ്ങി. ഒരുതരം സൈക്കോ ബിഹേവിയർ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു നീതി നഷ്ടപ്പെട്ടതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കാവട്ടെ നിങ്ങളുടെ വ്യക്തിക്കാവട്ടെ സമാധാനമായി കഴിഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സമാധാനമായി പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വളരെ അധികം പ്രശ്നങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ രണ്ടുടലും ഒരു മനസ്സുമായിട്ട് കഴിഞ്ഞിരുന്ന വ്യക്തികളായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെയാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി പിരിച്ചു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്.
ശരിക്കും നിങ്ങളുടെ അവസ്ഥയാവട്ടെ, നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയാവട്ടെ, ഈ ഒരു പ്രശ്നത്തിലേക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഈ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള റീസൺ രണ്ടുപേരുമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളും ഉത്തരവാദിയാണ്, നിങ്ങളുടെ വ്യക്തിയും ഉത്തരവാദിയാണ്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തെ വളരെ രൂക്ഷമായിട്ട് കൊണ്ടെത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങ് സ്പ്ലിറ്റ് ആവാൻ, നിങ്ങൾ രണ്ടുപേരെ, അതായത് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് മാജിക് ചെയ്തതിൻ്റെ കറക്റ്റായിട്ടൊരു എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നുഴഞ്ഞു കയറിയ ഒരു സ്ത്രീയുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ചിരിച്ചുകൊണ്ട് കയറി വന്ന ഒരു ലേഡിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിരിച്ച മുഖമുള്ളൊരു ലേഡി. ആ ലേഡിയാണ് നിങ്ങൾ തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്ന സമയം എന്ന് വെച്ചാൽ രാത്രി കാലത്താണ് ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്നത്. ആരുടെ സഹായം തേടിയിട്ടാണ് ഈ ഒരു വ്യക്തി ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വസ്തു ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുടെ കയ്യിൽ ഈ ഒരു ലേഡി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വസ്തുക്കൾ കൊടുത്തതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയോ തരം മരുന്നുകളും കല്ലുകളും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കർമ്മം ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചറിൽ പോലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം സോൾവ് ആകാതെ ഒരുമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കർമ്മം ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് പരിഹാരം ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയും അതുതന്നെയാണ്. നിങ്ങൾ പരസ്പരം കലഹിക്കുന്നു. നിങ്ങൾ ശരിക്കും പിരിയുന്നതിൻ്റെ ഒരു വക്കിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നു. കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ ശരിക്കും അവർ തമ്മിൽ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാവട്ടെ, നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടാവട്ടെ, ആ ഒരു വ്യക്തി നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നു. നിങ്ങളുടെ മെസ്സേജിനും കോൾസിനും ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ നിങ്ങളെ അവഗണിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. രാത്രി കാലങ്ങളിൽ നിങ്ങൾക്കാവട്ടെ, നിങ്ങളുടെ വ്യക്തിക്കാവട്ടെ ഒരു സ്വസ്ഥതയില്ലായ്മയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷം നിറഞ്ഞ ആ ഒരു ദിവസങ്ങളെ കുറിച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇത്രയും മോശപ്പെട്ടൊരു സാഹചര്യത്തിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്നതിൽ നിങ്ങൾക്കാവട്ടെ, നിങ്ങളുടെ വ്യക്തിക്കാവട്ടെ ഒരു രീതിയിലുള്ള ഒരു ഉത്തരം കിട്ടാത്ത ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ചിന്തയിലാണ്, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾക്ക് അറിയത്തില്ല എന്താണ്, നിങ്ങളുടെ കയ്യിലാണോ തെറ്റ്, ആ വ്യക്തിയുടെ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിലാണോ തെറ്റ്. നിങ്ങളുടെ ഇടയിൽ വന്നൊരു തേർഡ് പേഴ്സൺ ആണ് ഇതിനെല്ലാം കാരണം. ആ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷേ ഈ തേർഡ് പേഴ്സണിനെ പറ്റിയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. ഈ തേർഡ് പേഴ്സൺ വളരെ പ്രശ്നക്കാരിയായിട്ടുള്ളൊരു ലേഡിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ലേഡിയുടെ നിങ്ങൾക്ക് ഈ ഒരു ലേഡിയെ കാണുമ്പോഴാവട്ടെ, ഈ ഒരു ലേഡിയെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോഴാവട്ടെ ഒരു നെഗറ്റീവ് എനർജിയാണ് തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഒരുപാട് തവണ ഇവരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വെക്കുന്നതിൽ വാണിംഗ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിയുടെ കുറച്ച് കൂട്ടുകാരാവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, അവർ പോലും നിങ്ങളുടെ വ്യക്തിയെ വാണിംഗ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് പോലും അവർ ശ്രദ്ധിക്കാതെ, ആ ഒരു വാണിംഗ് കണക്കെടുക്കാതെ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ കോണ്ടാക്റ്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണിന് ഈ ഒരു തേർഡ് പേഴ്സൺ കൈവശം കൊടുത്തതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ബ്ലാക്ക് മാജിക് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിനും അതിൻ്റെ എനർജി നിങ്ങളെ കൂടുതലായിട്ട് ബാധിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഒരു മാനസിക ദുഃഖം, ആ ഒരു ദുഃഖം നിങ്ങൾക്ക് വിട്ടുമാറുന്നില്ല. രാത്രികാലങ്ങളിൽ ഉറക്കമില്ല, പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്ന ഒരു അവസ്ഥ വരിക, ദേഹത്ത് മുഴുവനും വേദന ഉണ്ടാവുന്ന ഒരു അവസ്ഥ വരിക.
വെറുതെ ഓവർ തിങ്ക് ചെയ്യുക, ഡിപ്രഷൻ വരിക. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്തോ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളിപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്, നിങ്ങൾക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണം, മെഡിസിൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൗൺസിലിംഗ് വേണം എന്ന് തന്നെ നിങ്ങൾക്കും തോന്നി തുടങ്ങിയ ഒരു അവസ്ഥയാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ മൂവ് ഓൺ ആവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആരുടെ അടുത്തൊക്കെയോ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് പോരാടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോരാടി മടുത്ത ഒരവസ്ഥയാണ്. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, ഈ ഒരു ഭൂമിയിൽ ജീവിക്കണ്ട എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ സൂയിസൈഡ് ചെയ്യേണ്ട ആ ഒരു വക്കിൽ പോലും എത്തിയിട്ടുണ്ടാവാം. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കിവിടെ മൂവ് ഓൺ ആവാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെയോ പ്രശ്നമാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവാം, ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്നൊന്ന് മാറി നിൽക്കണം. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുന്ന കുറേ പേര് അങ്ങനെ താമസവും മാറിയിട്ടുണ്ടാവാം. ആ ഒരു ടൈമിൽ പോലും നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും മാറാതെ നിരന്തരമായിട്ട് വീണ്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് തന്നെയാണ്. അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് പ്രശ്നം ആണ്, അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം കൊള്ളില്ല, അവിടെ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്നവരാണ് ഇവിടെ ഒരുപാട് പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നമാണ് നിങ്ങളുടെ വീട് മുഴുവനും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി ബാധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീട്ടിലൊരു സമാധാനമില്ലാത്ത ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവുന്നത്. കുറേ പേരുടെ എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും ഒരു ഡിവോഴ്സിൻ്റെ വക്കിൽ തന്നെയാണ്. ഏകദേശം കുറേ പേര് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടും ഉണ്ടാകാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരിക്കലും പിരിയേണ്ടവരായിരുന്നില്ല, നിങ്ങൾ ഒന്നിച്ച് തന്നെ ജീവിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നാൾ വരെ, ലൈഫ് ലോങ് വരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നതാണ്. ഇവിടെ ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ലേഡി ബ്ലാക്ക് മാജിക്ക് നിങ്ങളെ ശരിക്കും ഒരു തകർത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവരുടെ ആവശ്യം എന്നുള്ളത് നിങ്ങൾ ഇനി വരുന്ന ജന്മത്തിൽ പോലും ഒന്നിക്കരുത്. നിങ്ങൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതൊരു വലിയ വഴക്കിലേക്ക് കൊണ്ട് അവസാനിപ്പിക്കാവൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മടുത്തൊരവസ്ഥ. നിങ്ങൾക്ക് തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നം വന്ന് അത് സംസാരിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ വഴക്കുണ്ടായി ഒരു മടുത്തൊരവസ്ഥ. നിങ്ങൾക്ക് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നിയ ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്കൊക്കെ കൊണ്ടെത്തിച്ചത് ഈ ഒരു തേർഡ് പേഴ്സൺ തന്നെയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ തേർഡ് പേഴ്സൻ്റെ ആ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ തകർത്തിട്ട് സന്തോഷിക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് എന്തോ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു മട്ടിലിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഡിയെ വിശ്വസിക്കാൻ പോലും കൊള്ളില്ല, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു ലേഡിയെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ലേഡിയുടെ മുഖം വന്നിട്ടുണ്ടാകാം. ആ ഒരു ലേഡിയായിട്ട് ഇപ്പോഴും നിങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്ഥിരം സന്ദർശിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അവർ വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ ഒന്ന് സൂക്ഷിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. ഇവിടെ ശരിക്കും നിങ്ങൾക്ക് ഒന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് എപ്പോഴും ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. എവിടെ പോയാലും നിങ്ങൾക്കൊരു ശൂന്യത, എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ഒരു ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരവസ്ഥ. ഇവിടെ ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും നിരന്തരം തലവേദന അനുഭവപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നെഞ്ചിനൊരു അസ്വസ്ഥത ഉണ്ടാവാം. വെറുതെ കാരണമില്ലാതെ ഓരോ കാര്യങ്ങളും ആലോചിച്ചിരുന്ന് കരയുന്നൊരവസ്ഥ. ആ കരയുമ്പോൾ തന്നെ ഇങ്ങനെ എപ്പോഴും നിരന്തരമായിട്ട് നിങ്ങളുടെ വീട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാർ ഇങ്ങനെ നിങ്ങളെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എപ്പോഴും കാണുന്നത്. അവർക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് എന്തോ ഒരു മാനസിക രോഗമാണ് എന്നുള്ളത്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ മാനസിക രോഗിയാക്കുക എന്നതായിരുന്നു ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ലക്ഷ്യം.
അവർ എന്താണോ വിചാരിച്ച് ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്നത് അതവർ നേടിയെടുത്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രയും നശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് പെറ്റീഷനൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കാരണമാണ്. ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി പൂർണ്ണമായിട്ടും മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പിരിയാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പിരിയാൻ വേണ്ടിയിട്ട് ഡിവോഴ്സ് പെറ്റീഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി മാറുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു പ്രശ്നവും ഇവിടെ സോൾവ് ആകുന്നതായിരിക്കും. ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ടും കളയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി ഉണ്ടാവാം, ഇവിടെ നിങ്ങളുടെ ജോലിയിൽ പോലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ജോലി പോലും നശിക്കുന്ന ഒരു വക്കത്ത് നിൽക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയും ഏകദേശം അത് തന്നെയാണ്. നിങ്ങളാവട്ടെ നിങ്ങളുടെ വ്യക്തിയാവട്ടെ സ്ഥിരം ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകുന്നുണ്ടാകും, പക്ഷെ അവിടുത്തെ വർക്കൊന്നും പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാതെ ജോലിയൊക്കെ പോകുന്നൊരവസ്ഥ, നിങ്ങളുടെ കരിയർ പോലും ഇല്ലാണ്ടാവുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് എന്ത് പറ്റി? പണ്ടുണ്ടായിരുന്ന നിങ്ങൾ ഈ ഒരു സ്വഭാവമായിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്തോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ വലിയ രീതിയിലൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്ന കാര്യം. ഈ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഒരു 6 മാസത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചിലവർക്കിത് 1 വർഷത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇത് കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി കാരണം നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാം. നിങ്ങൾക്കാവട്ടെ നിങ്ങളുടെ വ്യക്തിക്കാവട്ടെ മരണം വരെ സംഭവിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് പോലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് റോഡിൽ നിങ്ങൾ വാഹനം എടുത്ത് റോഡിൽ പോകുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന സമയത്താവട്ടെ, നിങ്ങൾക്ക് പല ആക്സിഡൻ്റ് ഉണ്ടാവാൻ പോലും ഇങ്ങനെ പോയിട്ടുണ്ട്. മരണത്തിൻ്റെ വക്കിൽ നിന്ന് പോലും നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ള സാഹചര്യം ഉണ്ടാകാം. ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ ഇവിടെ പറയാനുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ബ്ലാക്ക് മാജിക് ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്ത ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീ ചെയ്ത ബ്ലാക്ക് മാജിക് അത് നിങ്ങളെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കരിയറിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫ് തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ അത് ബാധിച്ചതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയുടെയും. ശരിക്കും ഇവിടെ നിങ്ങൾക്കൊരു നീതി നിങ്ങൾ അർഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് നിൽക്കേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്നിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി മാറുന്നതിലൂടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റീയൂണിയൻ പോസിബിളായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമായിട്ട് വന്ന പ്രശ്നം, നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ള പ്രശ്നത്തിന് നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് അല്ല ധരിക്കേണ്ടത്. തേർഡ് പാർട്ടി റിമൂവർ പ്ലസ് ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ് ആണ്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിൽ പ്രശ്നമുണ്ട്, പക്ഷേ അതൊരു ബ്ലാക്ക് എനർജി കൊണ്ടിട്ട് വന്നതല്ല എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു തേർഡ് പേഴ്സൺ വന്ന് ആ ഒരു ബേസിൽ മാത്രം വന്ന ഒരു സ്പ്ലിറ്റപ്പ് ആണ് എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവർ മാത്രം ധരിച്ചാൽ മതിയാകും. പക്ഷെ തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക് കൊണ്ടിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബ്ലാക്ക് എനർജി റിമൂവർ കൂടെ ധരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു മോചനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബാധിച്ചിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് എനർജി ഹീലാവുകയുള്ളൂ. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ഉണ്ടായിരിക്കുന്ന ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ്റെ റീസൺ ഒരു തേർഡ് പേഴ്സൺ വന്നിട്ടാണോ, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് എനർജി മൂലമാണോ എന്നതിൻ്റെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.